ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാക്കിയ പട്ടികയിൽ യോഗ്യതയില്ലാത്ത നിരവധി ആളുകൾ കടന്നുകൂടിയതായി പരാതി. മേൽശാന്തിയാകുന്നതിന് യോഗ്യതയില്ലെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയവർ പോലും ലിസ്റ്റിൽ ഉള്ളതായാണ് ആക്ഷേപം. ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിലേക്കുള്ള മേൽശാന്തി തെരഞ്ഞെടുപ്പ് ഈ മാസം 18-ന് നടക്കാനിരിക്കെയാണ് ദേവസ്വം ബോർഡ് തയ്യാറാക്കിയ ലിസ്റ്റ് സംബന്ധിച്ച് കടുത്ത ആക്ഷേപങ്ങൾ ഉയരുന്നത്. ശബരിമല മേൽശാന്തി നിർണയത്തിനുള്ള പട്ടിക തയ്യാറാക്കാനുള്ള അഭിമുഖം പ്രഹസനമായിരുന്നുവെന്നാണ് പ്രധാന പരാതി. മാളികപ്പുറം മേൽശാന്തി പട്ടിക തയ്യാറാക്കിയത് അഭിമുഖം പോലും നടത്താതെയുമാണ്. മേൽശാന്തിയാകുന്നതിന് യോഗ്യതയില്ലെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയവർ പോലും ലിസ്റ്റിൽ കടന്നുകൂടി. മാളികപ്പുറത്തേക്ക് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, കൊടുത്തിട്ടുള്ളവര്. അതെന്താ അപ്പൊ ലിസ്റ്റ് എങ്ങനെ ഉണ്ടായി? പിന്നെ അത് എങ്ങനെയാ ഉണ്ടായെന്ന് നമുക്കറിയില്ല. തന്ത്രി തയ്യാറാക്കിയ പട്ടിക അട്ടിമറിച്ച് ദേവസ്വം ബോർഡ് അഴിമതി നടത്തിയെന്നാണ് പ്രധാന ആരോപണം. നിലവിലെ ലിസ്റ്റ് റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ലിസ്റ്റ് റദ്ദാക്കുകയോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു പുനർചിന്തനം ചെയ്യണമല്ലോ. ഇങ്ങനെയല്ലല്ലോ ഇന്റർവ്യൂ ഇങ്ങനെയല്ലല്ലോ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് നമ്മളൊക്കെ പോകുന്നതല്ലേ. കേരളത്തിലെ ഏറ്റവും പ്രമുഖ താന്ത്രിക കളരിയായ ആലുവയിലെ താന്ത്രിക വിദ്യാപീഠത്തിൽ നിന്ന് 1ാം റാങ്ക് വാങ്ങിയ ആൾ പോലും അവസാന പട്ടികയിലെത്തിയില്ല. 3 നേരം പൂജയുള്ള ക്ഷേത്രത്തിൽ 10 വർഷം തുടർച്ചയായി മേൽശാന്തിയായി ജോലി ചെയ്ത പരിചയം വേണമെന്ന നിബന്ധനയും അട്ടിമറിച്ചു. ഇല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന ആൾക്കാർ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ നിലവിൽ ശാന്തി ഇല്ല എന്ന്. അങ്ങനെ ശാന്തിയില്ലാത്ത ആളാണ് 2ാമത്തെ റാങ്ക് വന്നിരിക്കുന്നയാള്. വീട്ടിലെ ഒരു തേവാരമുറിയിൽ പൂജയാന്നൊക്കെയാണ് അദ്ദേഹം തന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നത്. തന്ത്രിയുടെ നേതൃത്വത്തിൽ നിന്ന അഭിമുഖത്തിൽ ചട്ടവിരുദ്ധമായി ദേവസ്വം ബോർഡ് സെക്രട്ടറി VS ജയകുമാർ പങ്കെടുത്തതിനെയും ഉദ്യോഗാർത്ഥികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. കാലാവധിയുടെ അന്ത്യനാളുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവസാനവട്ട കൈയിട്ടുവാരലിന് ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. S. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.